Start an online business in 2024. 2024 നമുക്ക് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് നോക്കുന്നത് മോർ ഓൺ ടു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ശരിക്കും 2024 നമുക്കൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല. മുമ്പത്തെ പോലെ ഒരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ നോ കോഡ് ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഷോപ്പിഫൈ ആണ്. ഇന്ന് നമ്മൾ ഷോപ്പിഫൈനെ കുറിച്ചായിരിക്കും മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഷോപ്പിഫൈ, എന്താണ് ശരിക്കും ഇ-കൊമേഴ്സ്, ഷോപ്പിഫൈയിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ഓവർവ്യൂ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ വെൽക്കം ടു അവർ ചാനൽ. മേക്ക് ഷുവർ യു വാച്ച് ടിൽ എൻഡ്. ഓക്കെ, സോ എന്തുകൊണ്ട് ഷോപ്പിഫൈ എന്നുള്ളതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷോപ്പിഫൈ വെച്ചിട്ട് നമുക്ക് ഈസിലി ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കോഡിംഗ് നോളജും വേണ്ട. ജസ്റ്റ് വെബ്സൈറ്റിൽ പോവുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആഡ് ചെയ്യാം, പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. അഡ്വാൻസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനുള്ള പല ഇൻറ്റഗ്രേഷൻസും അവൈലബിൾ ആണ്. സോ ഓവറോൾ ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. ലൈക്ക് വൂകൊമേഴ്സ് പോലുള്ള ടൂൾസ് വേറെയുണ്ട്. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഷോപ്പിഫൈ തന്നെയാണെന്ന് പറയാം. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഷോപ്പിഫൈ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു 360 ഡിഗ്രി ഇ-കൊമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സിംപ്ലി നമ്മൾ ഷോപ്പിഫൈ ചൂസ് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി എന്താണ് ശരിക്കും ഇ-കൊമേഴ്സ്, അതിലൊരു യൂസർ ജേർണി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു പോവാം. ഒരു കസ്റ്റമർ വരുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ അട്രാക്റ്റഡ് ആയിരിക്കണം. അതിൽ കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അവർക്കത് ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്യാം, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം ആ പ്രൊഡക്റ്റ് അവരിലേക്ക് ഡെലിവേർഡ് ആവുന്നു. സോ ഒരു ഇ-കൊമേഴ്സിൻ്റെ ഓവറോൾ ജേർണി ഇങ്ങനെയാണ്. ഈ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഷോപ്പിഫൈയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ യെസ്, ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് shopify.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് ഷോപ്പിഫൈയിലേക്ക് കയറാൻ പറ്റും. ആൻഡ് മേക്കിംഗ് ഇ-കൊമേഴ്സ് ബെറ്റർ ഫോർ എവ്രി വൺ. ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂൾ തന്നെയാണ് ഓഫ് കോഴ്സ് ഷോപ്പിഫൈ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകാം. ഒരാൾക്ക് ഇ-കൊമേഴ്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷോപ്പിഫൈ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രൈസിങ്? മേജർലി 4 പ്ലാൻസ് കാണിക്കുന്നുണ്ട്. ബട്ട് അതിൽ നിന്ന് ഒന്ന് നമുക്ക് കട്ട് ചെയ്യാൻ വെച്ച് അത് ഒരു വലിയ ബിസിനസ്, വലിയ സ്കെയിലുള്ള ബിസിനസ്സിന് ഡയറക്റ്റ്ലി പോകാൻ പറ്റുന്നൊരു പ്ലാനാണ്. മറ്റു 3 നോക്കുകയാണെങ്കിൽ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1499 ആണ്. ബട്ട് ഇത് ഇയർലി പ്ലാൻ ആകുമ്പോഴാണ്. നമ്മൾ മന്ത്ലിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1994 പെർ മന്ത് ആണ് ശരിക്കും വരിക, which is around 2000 rupees. ആൻഡ് ഷോപ്പിഫൈ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതിന് അറൗണ്ട് 7500 rupees ആണ് വരിക. ആൻഡ് അഡ്വാൻസ് എന്നുള്ള പ്ലാനിൽ 30,000 ആണ്. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബേസിക് പ്ലാൻ. സോ ഈ ബേസിക് പ്ലാൻ ഓർ നിങ്ങൾ ഏത് പ്ലാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും ആദ്യത്തെ 1 month നിങ്ങൾക്ക് ജസ്റ്റ് 20 rupeesന് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം ആൻഡ് കംപ്ലീറ്റ് ടെസ്റ്റ് ഔട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് 20 rupeesന് അവൈലബിൾ ആണ്. ഇതാണ് ഷോപ്പിഫൈയുടെ ഒരു പ്രൈസിങ് വരുന്നത്. ഇനി ഷോപ്പിഫൈയിലുള്ള അതർ ഓപ്ഷൻസിൽ മേജർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഷോപ്പിഫൈയുടെ ഉള്ളിൽ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. ഇവിടെ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ ഒക്കെ പോലെ ഷോപ്പിഫൈൻ്റെ ഉള്ളിൽ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വരും. മേ ബി വാട്സാപ്പിൽ നിങ്ങൾക്ക് റിവ്യൂ കളക്ട് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് റിവ്യൂ ബിറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറിനെ കംപ്ലീറ്റ്ലി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കിയിട്ട് മാറ്റണം. അതിനുള്ളൊരു ടൂളാണ് ആപ്പ് മേക്കർ. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകൾ ഷോപ്പിഫൈൻ്റെ ഉള്ളിൽ തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷനുകളുണ്ട്. എല്ലാ ആപ്ലിക്കേഷനുകളും പെയ്ഡ് ആയിരിക്കും. നിങ്ങളുടെ യൂസേജിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഷോപ്പിഫൈൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ഷോപ്പിഫൈയിൽ ഒരു സ്റ്റോറിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. കാരൻ ക്യൂർ ഫാർമസി. സോ കാരൻ ക്യൂർ ഫാർമസി ഖത്തറിലെ വൺ ഓഫ് ദ ലീഡിങ് ഫാർമസിയാണ്. അല്ല, അവരുടെ ഓൺലൈൻ സ്റ്റോറാണിത്. ഇതിലേക്ക് കയറുന്ന സമയത്ത് മുകളിൽ ഒരു വലിയ സെഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ആൻഡ് നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് മോഡിൽ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇനി ഷോപ്പിഫൈയിൽ നിങ്ങളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. അതായത് ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല വരിക. സോ കസ്റ്റമർ പേ ചെയ്യണതും
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ഇടയിൽ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ഉണ്ട്. അതാണ് ആക്ച്വലി പേയ്മെൻറ്റ് ഗേറ്റ് വേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാസോർ പേ, ക്യാഷ് ഫ്രീ, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് കാണാറുണ്ടായിരിക്കും. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ലൈക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. സോ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങളുടെ അടുത്ത് വേണം. റാസോർ പേ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. ജസ്റ്റ് റാസോർ പേയിൽ പോവുക, നിങ്ങളുടെ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക, അതിൽ നിങ്ങളുടെ പാൻ കാർഡ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ആൻഡ് അത് നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ ഇത് ത്രൂ ആയിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുക. ഇതൊരു മേജർ പാർട്ടാണ്. നിങ്ങളൊരു സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡൊമൈൻ. അതായത് നമ്മൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ shaadmuhammad.com അല്ലെങ്കിൽ shaadmuhammad.in എന്നുള്ള ഡൊമൈൻ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ സെപ്പറേറ്റ്ലി പർച്ചേസ് ചെയ്യുന്നതാണ്. ഗോഡാഡി പോലുള്ള വെബ്സൈറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാം. അവൈലബിൾ ആണോ നോക്കാം. ഇപ്പോൾ shaadmuhammad.com എന്നുള്ളത് ഡൊമൈന് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ പേര് എന്താണോ അത് ബേസ് ചെയ്തിട്ടുള്ള ഡൊമൈന് അവൈലബിൾ ആണോ നോക്കുക. നിങ്ങളത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളൊരു സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് ഈ ഷോപ്പിഫൈ സ്റ്റോറുമായിട്ട് ഈ ഡൊമൈനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഈ ഡൊമൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു ഷോപ്പിഫൈ സ്റ്റോർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേയും ഡൊമൈനും അവിടെ സെറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡാഡി എന്നുള്ളത് എക്സാമ്പിൾ മാത്രമാണ്. ഗോഡാഡി, നെയിം ചീപ്പ് പോലുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ഈസിലി പർച്ചേസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി അത് ഇയർലി ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാറ്. സോ ഓവറോൾ ഇങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലൈക്ക് മുമ്പേ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഡൊമൈൻ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഷോപ്പിഫൈയിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി പ്രോസസ്. ഒരു കസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി പ്രോസസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. നിങ്ങൾക്ക് ഈസിലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് ഓവറോൾ ഷോപ്പിഫൈയുടെ ഒരു ഐഡിയ. നിങ്ങൾക്ക് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈ ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.